ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ നടക്കുകയാണ്. സാഹചര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം പുരോഗമിക്കുകയാണ്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, യോഗം പുരോഗമിക്കുകയാണ്. ആരെല്ലാം പങ്കെടുക്കുന്നുണ്ട്? കൂടുതൽ വിവരങ്ങൾ. പൂജ, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിലാണ് ഈ സുപ്രധാനമായ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി അല്പസമയം മുമ്പ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തിയിരുന്നു. വിവിധ ഈ സുരക്ഷാ ഏജൻസികളുടെ മേധാവികളും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അജിത് ഡോവലും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ നടന്ന അന്വേഷണ പുരോഗതി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ അന്വേഷണ ഏജൻസികൾക്ക്, രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രി ഈ യോഗത്തിൽ ധരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ പ്രധാനമന്ത്രി ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. LNGP ആശുപത്രിയിൽ ഏതാണ്ട് അരമണിക്കൂറോളം ഈ പരിക്കേറ്റ് കഴിയുന്നവരുമായി അദ്ദേഹം ആശയവിനിമയമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്ഫോടനത്തിന് ഉത്തരവാദികളായവർ, അതായത് ഇതിന്റെ ഗൂഢാലോചനയിലും മറ്റും പങ്കെടുത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ശക്തമായ മുന്നറിയിപ്പ് പ്രധാനമന്ത്രി നൽകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ നിർണായകമായ ഈ സുരക്ഷാകാര്യ സമിതി യോഗം ഡൽഹിയിൽ ചേരുന്നത്. സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുക ഈ CCS യോഗത്തിലാണ്. തീർച്ചയായിട്ടും അങ്ങനെ നിർണായകമായ യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.